വയനാട് ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന പ്രോജക്റ്റ്, ടൗൺഷിപ്പ് പ്രോജക്റ്റ് എത്ര കോടി രൂപയുടെയാണെന്ന് അറിയാമോ? 750 കോടി രൂപയുടെയാണ് ആണല്ലോ. വയനാട് സർക്കാർ പണിയുമെന്ന് അവകാശപ്പെടുന്ന വീടിന് എത്ര ലക്ഷം രൂപയാണെന്നറിയാമോ? 20 ലക്ഷം രൂപയാണ്. ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്. എന്താണ് എർത്ത് റെസിസ്റ്റന്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പണിയുന്ന റെസിസ്റ്റന്റോട് കൂടിയ വീടുകളിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്നും അതിന്റെ ഡിസൈൻ എന്നുള്ള ഒരു കൃത്യമായ ധാരണ എനിക്കുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു 8 ലക്ഷം രൂപയിൽ നിന്ന് 12 ലക്ഷം രൂപ കൂടുതൽ മുടക്കേണ്ട സാഹചര്യം അങ്ങനെ ഒരു വീടിനില്ല എന്ന് ഞാൻ വളരെ ആധികാരികമായിട്ട് പറയാൻ ആഗ്രഹിക്കുക. ഇനി അതവിടെ നിൽക്കട്ടെ. 20 ലക്ഷം രൂപ ഒരു വീടിന് മുടക്കിയല്ലോ. 100 വീടിന് എത്ര കോടി രൂപ വേണം? 20 കോടി രൂപ. 200 വീടിന് എത്ര വേണം? 40 കോടി. 300 വീടിന് 60 കോടി. 400 വീടിന് 80 കോടി. 400 വീടാണ് അവിടെ പണിയാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. 80 കോടി രൂപ. ഒരു ഹോസ്പിറ്റൽ പണിയെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു 25 കോടി രൂപ. ഒരു സ്കൂൾ പണിയെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു 25 കോടി രൂപ. ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം കൂടെ ചേർന്ന് ഒരു 25 കോടി രൂപ എന്ന് പറഞ്ഞാൽ എത്ര മുടക്കിയാലും എന്തൊക്കെ കാണിച്ചാലും 150 കോടി രൂപയുടെ മുകളിൽ വരില്ല. ഈ 750 കോടിയുടെ ബാക്കി കോടി എവിടെയാണ് പോകുന്നത്? ഈ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഏത് ടെൻഡറിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്?